മാങ്ങയിട്ട് അയിലക്കറിയും നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മീനും ഒക്കെ കഴുകി വൃത്തിയാക്കി അരിയാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു. എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് ഉലുവ ഇട്ടു. ഉലുവ ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിൻ്റെ കൂടെ കുടംപുളി ഇട്ടു. പിന്നെ നമ്മുടെ പൊടികളായ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. നല്ലൊരു ബ്രൗൺ കളർ ആവണം വരെ ഇളക്കിയിട്ടു കേട്ടോ. എല്ലാം ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ട് എല്ലാ പൊടികളും ചേർത്തത്. അതുപോലെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ പൊടികളൊക്കെ ചേർക്കുക. എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആയ ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. ചൂടുവെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഈ മാങ്ങയും മീനും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. എന്നിട്ട് അതൊന്ന് തിളമൊക്കെ വന്ന ശേഷം ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. ഇത് കണ്ടോ, നമ്മുടെ നല്ല മാങ്ങയിട്ട മീൻ കറി.